ഇടുക്കി വണ്ടിപ്പെരിയാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും കടുവയെ കണ്ടുവെന്ന് നാട്ടുകാർ. ഗ്രാമ്പി 1-ാം ഡിവിഷനിലാണ് കടുവ ഇറങ്ങിയത്. തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളാണ് കടുവയെ കണ്ടത്. പ്രദേശത്ത് ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ച് പരിശോധന വനം വകുപ്പ് ശക്തമാക്കിയിട്ടുണ്ട്. മയക്കുവെടി വെക്കുന്ന നടപടിയിലേക്ക് ഉടൻ നീങ്ങും. വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ നിന്ന് രാഹുൽ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ 2 മാസമായിട്ട് വണ്ടിപ്പെരിയാർ മേഖല വലിയ തരത്തിൽ ആശങ്കയിലാണ്. ഈ കാണുന്നത് തേയിലത്തോട്ടമാണ്. ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ് രാവിലെ കടുവയെ കണ്ടത് എന്നുള്ളതാണ് പറയുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോഴെന്തായാലും വനംവകുപ്പിന്റെ ഒരു നിരീക്ഷണം ഇവിടെ കാര്യക്ഷമമായിട്ട് തന്നെ തുടരുകയാണ്. നേരത്തെ അർണാക്കൽ ഭാഗത്തായിരുന്നു കടുവയെ കണ്ടത്. അവിടെ കൂട് ഉൾപ്പെടെ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ കൂട്ടിലേക്ക് കടുവ കയറാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ 2 മാസമായിട്ട് തുടരുന്ന പ്രതിസന്ധി അത് എത്രയും വേഗം പരിഹരിക്കണമെന്നുള്ളതാണ് നാട്ടുകാർ പറയുകയും ചെയ്യുന്നത്. ഇന്നലെ കടുവ ഒരു പശുവിനെ ആക്രമിച്ചിരുന്നു. ഈ നിൽക്കുന്ന ചേച്ചിമാരാണ് ഇവർ തേയില കൊളുന്നു നുള്ളുന്നതിനിടയിലാണ് കടുവയെ കണ്ടതല്ലേ? എപ്പോഴാണ് കണ്ടത്? ഞങ്ങൾ 9:30 കണ്ട്. ഞങ്ങൾ അപ്പുറത്ത് ചെന്ന് കൊളുന്നെടുക്കുമായിരുന്നു. അന്നേരം ഞങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ മുട്ട 3-ാം നമ്പർ അതിൽ കടുവ ഇറങ്ങി പോകുന്നത് ഞങ്ങൾ കണ്ട്. പേടിയുണ്ടോ? പേടിയുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര പേടിയായി. ഞങ്ങൾ കൊളുന്തെടുക്കുന്നത് വലിയ പാടാ. ഞങ്ങൾ കാറ്റ് അകത്തി പോകുമ്പോൾ പാമ്പ് വലിയ എല്ലാം കാണും. അന്നേരം അകത്ത് പോകുമ്പോൾ വലിയ പാടുപെട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ പിന്നെ വേറെ വഴിയില്ലാതെ പേർക്ക് കൊളുന്ന് വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കാട്ടിനകത്ത് പോയി എടുക്കുന്നുണ്ട്. അന്നേരം രാവിലെ ഞങ്ങൾ വന്നപ്പം തൊട്ട് ഭയങ്കര ഒച്ചയായിരുന്നു. ഞങ്ങൾ അന്നേരം സൂപ്പർവൈസറും വന്ന് ഞങ്ങൾ മേലെ അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ഞങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ പോയതുകൊണ്ട് അവിടെ പോയി എടുക്കുമായിരുന്നു. അന്നേരം അത് നല്ലൊരു പെരിയ പൊട്ടൽ ആരെ ഇറങ്ങി പോകുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. അന്നേരം ഞങ്ങൾക്ക് ഒരു മുടിവില്ലാതെ ഞങ്ങൾ കാട്ടിലേക്ക് പോകത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ നിൽക്കുമായിരുന്നു. പേടിച്ചു പോയോ? പേടിച്ചു പോയി. കടുവയെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ടായി. പക്ഷേ ഈ കാട്ടിൻ്റെ അകത്ത് പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കുറുക്ക് വഴിയില്ല, കാട് വളർന്ന് കിടക്കുക. ഞങ്ങൾക്ക് പിന്നെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഒന്നിങ്ങനെ ഈ കാട് മേടൊക്കെ അലഞ്ഞു പിറക്കി ഞങ്ങൾ കൊളുന്തെടുക്കുന്നത്. ഒന്നാമത് നിങ്ങൾ ഈ കടുവയെ കണ്ടെത്തണമെന്ന് ഞങ്ങളുടെ അപേക്ഷയുണ്ട്. കണ്ടെത്തുക. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലൊരു മെമ്പറുടെ പശുവിനെയാണ് ആ കടുവ ആക്രമിച്ചത്. മെമ്പറും നമ്മളോടൊപ്പം ചേരുകയാണ്. ഇന്നലെ ഏത് സമയത്തായിരുന്നു? വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെയാണോ കടുവ? വീട്ടിന്റെ അടുത്ത് ഒരു 1.5 കിലോമീറ്റർ അടുത്ത് തന്നെയാണ്. ഒരു 6:30 ആ സമയത്തെ പശുവിനെ കയറി പിടിച്ചത്. പിന്നെ പിടിച്ചപ്പം പോലീസുകാരെ വിളിച്ച് പറഞ്ഞായിരുന്നു. പോലീസുകാർ വന്ന് നോക്കിയിട്ടുണ്ട്. പിന്നെ ഡോക്ടറെ വിളിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇപ്പം എസ്റ്റേറ്റിൽ വെച്ചാൽ 5-6 പേര് 7 പേരൊക്കെ ഉള്ളു പണിക്കാർ. അവരും ഈ എസ്റ്റേറ്റ് ജോലി ചെയ്താലേ അവരുടെ ജീവിതം നടന്നു പോകത്തുള്ളൂ. എസ്റ്റേറ്റ് ശമ്പളം കൊടുത്ത് ഒരു 12 മാസം അടുത്തായി. കമ്പനിക്കാരടുത്ത് പറഞ്ഞിട്ട് അവർ കാട് വെട്ടിക്കാനോ ഒന്നും അതിൻ്റെ പുറകെ വരുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് എത്രയും വേഗം ഈ കടുവേനെ പിടിച്ചു മാറ്റുക എന്നുള്ളതാണല്ലോ അല്ലേ? എന്തായാലും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ജനവാസ മേഖലയാണ്. അതിനോട് ചേർന്നുള്ള തേയിലത്തോട്ടമാണ്. ഇതിന് തൊട്ട് താഴെ നിരവധി ലയങ്ങളുണ്ട്. അവിടെ ഒത്തിരി ആളുകൾ താമസിക്കുന്നതാണ്. അതിന് തൊട്ട് ചേർന്ന് കടുവയെ കണ്ടു എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല എന്ന് എല്ലാവർക്കും അറിയാം. അത് പരിഹരിക്കേണ്ടത് വനംവകുപ്പാണ്. മയക്കുവെടി വെച്ച് പിടികൂടണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഇത് മൃഗങ്ങളെ വളർത്തു മൃഗങ്ങളെ വേട്ടയാടുക എന്നുള്ളത് തന്നെയായിരിക്കും ഈ കടുവയുടെ ഒരു രീതി. കാരണം വനമേഖലയിൽ പോയി അതിന് ഇര തേടാൻ കഴിയാത്തതുകൊണ്ട് ജനവാസ മേഖലയിലേക്ക് നിരന്തരം ഇറങ്ങുന്നു. അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം അടിയന്തരമായി വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.